ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ 3 പിള്ളേരും എല്ലാവരും ഒരു സ്ഥലം വരെ പോകണമെന്ന് വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര നല്ലതല്ല. ന്യൂസാന്നില്ലെങ്കിൽ ചെറിയ കുഞ്ഞപ്പം ന്യൂസാക്ക് ഇത്ര ഒരു 6 മാസം 7 മാസമായിട്ടുണ്ടാവും. ആ സമയത്താണ് നുവാക്ക് ഒരു 3 വയസ്സ് 3.5 ആയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ പ്രായത്തിൽ ഉള്ളത്. അങ്ങനെ അതിൻ്റെ ഈ റെയിൽവേൻ്റെ അപ്പുറ സൈഡിലേക്ക് പോകണം. അങ്ങനെ പിന്നെ ഇവിടെ ലിഫ്റ്റിൽ കയറിയത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. കയറിയിട്ട് നമ്മൾ മുകളിൽ പാലത്തിലേക്ക് എത്തി. കണ്ടില്ലേ? പാലത്തുനിന്ന് താഴെ നോക്കുമ്പോൾ എന്ത് മാജയുണ്ട് കാണാൻ. നല്ല ചേലുണ്ട് കാണാൻ. ഇങ്ങനെ റെയിൽവേ ട്രാക്കും ട്രെയിൻ വരുന്നതും ഇതെല്ലാം നോക്കാൻ നല്ല വാങ്ങുന്നുണ്ട്. പിന്നെ പിള്ളേർക്കെല്ലാം പുതിയൊരു അനുഭവമല്ലേ ഇതെല്ലാം. അങ്ങനെ നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് പിന്നെ ട്രെയിനിലേക്ക് കയറി. ബാംഗ്ലൂർ സൈഡ് പോകുന്നുള്ളത്. അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടായിട്ട് ട്രെയിനിൽ കയറി. ട്രെയിനിൽ പോകുമ്പോൾക്ക് പിന്നെ സീറ്റൊന്നും കിട്ടിയില്ല, നിന്നുകൊണ്ട് പോയത്. അങ്ങനെ ഭയങ്കര തിരക്കെല്ലാം ഉണ്ടായിന്. അങ്ങനെ നിന്നിട്ട് പോയത്. നമ്മൾ എവിടേക്ക് പോയെന്നില്ലെങ്കിൽ നമ്മൾ മാംഗ്ലൂർ സിറ്റി സെൻറ്ററിൽ പോയത്. അങ്ങനെ ആ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ലിഫ്റ്റെല്ലാം കയറിയിട്ട് മുകളിലേക്ക് എത്തി. മുകളിൽ പിള്ളേരെ കളിക്കുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. അവിടെ കുറേ കളിക്കുന്നതെല്ലാം ഉണ്ടായിന്. ട്രെയിന് പോകുന്നതും പിന്നെ ബൈക്കും പിന്നെ കാറും അങ്ങനെ കുറേ എന്തെല്ലോ ഉണ്ട്. പിള്ളേർക്കെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. കാണുമ്പോഴേക്കാണ് ഞാൻ അതിലിരിക്കുന്നു, ഞാൻ ഇതിലിരിക്കുന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നു, ഞാൻ വെടി വെക്കുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു നല്ല പറയാൻ തുടങ്ങി. പിന്നെ എന്താക്കുന്ന എല്ലാത്തിലും എത്തിച്ച് പിള്ളേരൊരാസല്ലേ. അങ്ങനെ എലിറ്റ് എല്ലാത്തിലും കയറിയിട്ടിരുന്നേന്. കാറിൽ കയറിയിട്ടിരുന്നേന്, ബൈക്കിൽ ഇത് വെടി വെക്കുന്നുണ്ടതാ ഞാനും. പിന്നെ ബൈക്കിൽ കയറിയിട്ടിരുന്നു. അങ്ങനെ പിള്ളേരെ പരിപാടിയെല്ലാം ഇങ്ങനെ നോക്കുന്നതിനും കാണുന്നെല്ലാം ഉണ്ട്. എല്ലാം നോക്കിയിട്ടും ഇരുന്നിട്ടും എല്ലാം ഇത് നോക്കറ ഇതിലിരിക്കുന്ന ആളെ സമ്മതിക്കണതാ. കണ്ടില്ലേ? ഇങ്ങനെ അമ്മ തന്നെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന പോലെയാണ്. ഇത് 3D അല്ലേ ഇത്. ആ 3Dൻ്റെ അതിൽ നമ്മൾ കണ്ണിലേക്ക് അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാനിതുവരെ വെച്ചിട്ടൊന്നും നോക്കിയിട്ടില്ലപ്പാ. ആരെങ്കിലും വെച്ചിട്ടെല്ലാം ഉണ്ടെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണമല്ലോ. അങ്ങനെ പിന്നെ കാറ്, റിക്ഷ, ബൈക്ക് അങ്ങനത്തെ എന്തെല്ലാം വണ്ടിയെല്ലാം ഉണ്ട്. ഇത് ബൈക്കതാ. അതിലെല്ലാം ഇരുന്നിട്ട് റേസ് ആക്കുന്ന, പിന്നെ കാറ് റേസ്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ പിള്ളേരെല്ലാം ഒന്നിലേക്ക് കയറിയിട്ടിരുന്നു. അങ്ങനെ അതന്നെ കഴിഞ്ഞു. പിന്നെതാ ലുസാനെ കൊണ്ടിട്ട് രണ്ടാളും കൂട്ടിയിട്ട് നടുവിലെത്തി. ഓളെന്തെങ്കിലും ഇരുന്നിട്ടാലോ അങ്ങനത്തെ പരാതി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓളം കൊണ്ടിട്ട് എത്തി. ഓൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നത്. അങ്ങനെ അതിലെല്ലാം ഇരുന്നിട്ടായിട്ട് നമ്മൾ നേരെ അവിടുന്ന് വന്നു. അവിടുന്ന് വന്നിട്ട് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. സൂപ്പർ മാർക്കറ്റിൽ ഇതെല്ലാം ഐറ്റം ഉണ്ടായി. എല്ലാം നോക്കി കുറച്ച് സാധനമെല്ലാം എടുത്ത് കുറച്ച് സാധനമെല്ലാം നോക്കി അങ്ങനെ മടിയിലെല്ലാം ചുറ്റിട്ടെല്ലാം വന്നു. പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി.
പിന്നെ നുഹാക്ക് ഇങ്ങനെ നടന്നിട്ട് മടുത്ത് അങ്ങനെ ഓളെ ട്രോളിയിൽ കയറ്റിയിട്ട് ഇരുത്തീന്. അങ്ങനെ നുഹാവ് ചെറുതന്നല്ല, അവൾക്ക് നടക്കാൻ കഴിയുന്ന എത്രയല്ല നടക്കുന്നു. പിന്നെ പിള്ളേരുടെ ഇങ്ങനത്തെ കളർ പെൻസിലും ബുക്കും എല്ലാം കണ്ടെങ്കിൽ വാരിയിട്ട് കയ്യിൽ പിടിക്കും. നമുക്കത് വേണം, നമുക്കിത് വേണം. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനും കണ്ടെങ്കിൽ അങ്ങനെ അവിടെ കയറിയിട്ട് നിൽക്കുന്നു. അത് വേണം, ഇത് വേണം. പിള്ളേർ അത് തന്നെയല്ല നോക്കുന്നത്. അങ്ങനെ അവരൊന്ന് കളറെല്ലാം മേങ്ങിയിട്ട് ബുക്കെല്ലാം വാങ്ങിയിട്ട് കൊടുത്ത് അമ്മ നേരെ ബില്ലെല്ലാം ആക്കി. എന്നിട്ട് നേരെ അമ്മ ഉച്ചക്ക് സമയമായി. അമ്മ രാവിലെ ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയമെല്ലാം ആയി. അങ്ങനെ അവിടെ എല്ലാം കയറിയിട്ട് എല്ലാം നോക്കിയിട്ട് ഞമ്മ നേരെ ചോറ് കഴിക്കാനെല്ലാം പോയി. അങ്ങനെ ചോറെല്ലാം വെച്ച് വെച്ചിട്ടായിട്ട് നേരെ ഞമ്മ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞമ്മ നേരെ കാസർഗോട്ടേക്കുള്ള ടിക്കറ്റെല്ലാം എടുത്ത് പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റാക്കി. ട്രെയിന് വരാൻ സമയമുണ്ടായി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം വെയിറ്റ് ആക്കിയിട്ടായിട്ട് ഞമ്മ ട്രെയിനിൽ കയറിയിട്ട് നേരെ നമ്മ പുരക്ക് വന്നു. റെയിൽവേയിൽ തിരക്കൊന്നും ഉണ്ടായിട്ട ഇങ്ങനെ പിന്നെ വരുമ്പോൾ ട്രെയിനിൽ തിരക്കൊന്നും ഉണ്ടായിട്ട അങ്ങനെ സീറ്റെല്ലാം കിട്ടീന്. അങ്ങനെ നമ്മൾ ജനലിൻ്റെ അടുത്ത് തന്നെ പറ്റിയിരുന്നതിന് എല്ലാ സീനെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാം വെള്ളമെല്ലാം കാണുമ്പോൾ എന്നിട്ട് ഭയക്കുന്നുണ്ട്, വെള്ളം നോക്കിയിട്ട്. അങ്ങനെ എല്ലാം നോക്കിയിട്ട് നമ്മൾ രാത്രി അതിന് പെരക്കെത്തുമ്പോഴേക്കും രാത്രി ഫുഡ് നമ്മൾ കൊണ്ടുവന്നത് പാർസൽ. അങ്ങനെ അതെല്ലാം തിന്നിട്ട് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.